ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ത്രിസ്റ്റൈൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്നൊരു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 2-3 ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഒരുപാട് കമൻസും അതേപോലെ സബ്സ്ക്രൈബറൊക്കെ ഇട്ടിരുന്നാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തായാലും നമുക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പം എന്തായാലും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസമല്ല നമ്മൾ അവിടെ വെച്ച വീഡിയോസൊക്കെ കാണിച്ച് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 3 കോഴികൾ നമ്മൾ ഇന്നലെ 21-ാം ദിവസമായിരുന്നു വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കോഴിയുടെ മാത്രമേ ഞാൻ കാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാൻഡിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ 2 കോഴിമുട്ട ഓൾറെഡി ഇല്ലായിരുന്നു, അതിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഒരു മുള്ളൻ കോഴിക്ക് നമ്മൾ വെച്ച് കൊടുത്തു. അതിൽ ഒരുപാട് കോഴിമുട്ട പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പൊട്ടിപ്പോയത്, അല്ലെങ്കിൽ കൊത്തി ഇതാണോന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും അതിൽ കുറേ കോഴിമുട്ട നമുക്ക് നഷ്ടം വന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോഴിപ്പേൻ്റെ ഒക്കെ ആ ഒരു വീഡിയോയിൽ കോഴിമുട്ട പൊട്ടിക്കിടക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നലെ ഞാൻ വിചാരിച്ചു, ഇന്നലെ എന്തായാലും 21 ദിവസം കഴിഞ്ഞു, നമ്മൾ കുഞ്ഞ് വിരിഞ്ഞിറങ്ങി കഴിയാനുള്ള ദിവസമായി. അപ്പൊ എന്തായാലും എല്ലാവരും കൂടി ഒന്ന് വിരിഞ്ഞിറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ 3 കോഴിനെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഭയങ്കര കഷ്ടമായതെന്ന് വെച്ചാൽ എല്ലാ കോഴിമുട്ടയിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു വീഡിയോ കാണിക്കാതെ ഇന്നലെ രാത്രിയാണ് ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞത് കേട്ടോ. അപ്പം എല്ലാ കോഴിമുട്ടയിലും കുഞ്ഞുണ്ടായിരുന്നു. എന്തായാലും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഇനി കുറച്ച് ദിവസം നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോഴികൾ ഇങ്ങനെ പൊരുത്തക്കോഴി അറിയാലോ, ഒന്ന് പെട്ടെന്ന് പോയി വരും, അവരെന്തെങ്കിലും കഴിക്കും. നല്ല രീതിക്ക് അടിയിരിക്കുന്ന കോഴികളാണെങ്കിൽ അടിയിരിക്കുന്നിടത്തു നിന്ന് പോയി ഇറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. അവരാവശ്യം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കോഴിമുട്ടയിൽ വന്നിരിക്കും. പക്ഷെ നമ്മളെ കോഴി ഇപ്പോൾ 2 കോഴികൾ നല്ല ഉഴപ്പായിരുന്നു കേട്ടോ. നല്ലോണം മര്യാദയ്ക്ക് കിടക്കാത്ത ഒരു കോഴി ഇത് ഇപ്രാവശ്യം അങ്ങനെ. പക്ഷെ നമ്മൾ അവരെ വെച്ച് വിരിയിപ്പിക്കുന്നതായിരുന്നു. എന്താ അറിയില്ല ഇപ്രാവശ്യം, അതുകൊണ്ടായിരിക്കാം കോഴിക്കുഞ്ഞ് എന്താ പറയാ വിരിയാതെ ആ ഒരു എന്താ പറയാ വളർച്ച കിട്ടാതെ ആ ഒരു സമയം അപ്പം കോഴിമുട്ടേനുള്ളിൽ തന്നെ ചത്തുപോയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് കോഴിമുട്ട എനിക്ക് നഷ്ടം വന്നു, കുഞ്ഞുങ്ങൾ വിരിയാതായി. അപ്പൊ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച് നിൽക്കൂലേ, നമ്മൾ വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമോ ഈ എല്ലാ കുഞ്ഞുങ്ങളും വീഴണം. അപ്പൊ അതില്ലാതിരിക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ. അപ്പൊ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പൊ അത്രയും കോഴിമുട്ടയും വേസ്റ്റ് ആയി. കോഴിമുട്ട നമ്മൾ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്ര വിഷയമില്ലായിരുന്നു. പക്ഷെ എല്ലാ കോഴിമുട്ടയിലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഭയങ്കര വിഷമായി. അപ്പൊ ഇപ്പൊ നമ്മളെ കയ്യിലിപ്പം 9 കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ആളെ വെച്ചാലും 9 കുഞ്ഞുങ്ങളായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാ ഒന്ന് കമന്റ്സിൽ അറിയിക്കാട്ടോ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ നമ്മളെ കൂടിന്റെ ആ ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റാതായിട്ട് ഞാൻ ബേക്ക് ഭാഗത്തുനിന്ന് വന്നത്. അവിടെ JCB മണ്ണൊക്കെ എടുക്കുന്ന ഒരു പണിയിലാട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ട് അടുത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്ന് ചിലപ്പോൾ വോയിസ് ഒക്കെ ക്ലിയർ ഒച്ച കേൾക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ കോഴിക്കൂടൊക്കെ ആകെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മളെ കോഴിക്കോടിന്റെ ആ ഒരു ഏരിയ ഒക്കെ. അപ്പൊ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ട്. ഇപ്പൊ അവിടെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ 9 കുഞ്ഞുങ്ങളായിട്ടുള്ളത്. അപ്പൊ അവരെ ഇനി എന്താ പറയാ അവരെ നോക്കിയത് ആ ഒരു 9 കുഞ്ഞുങ്ങളെ ഒരു തള്ളക്കോയ്ക്ക് വെച്ച് കൊടുക്കാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതൊരു പാവമാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഇത്രയും ദിവസം കിടന്നിട്ട് അവർക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമല്ലേ. അപ്പൊ എന്തായാലും അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു 9 കുഞ്ഞിന് ഒരു തള്ളക്കോയ്ക്ക് വെച്ച് കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു അറിയാലോ, ഇപ്പൊ മഴയാണെങ്കിൽ കൂടിയിട്ട് നല്ല രീതിക്കല്ല വെയിലിന്റെ ചൂട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും കോഴിപ്പേന്റെ ഒരു ശല്യം നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ന് ഞാൻ വൈകുന്നേരം വണ്ടിയൊക്കെ പോയിട്ട് അതിന്റെ മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൂട്ടിനുള്ളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു കൂട്ടിലിട്ടോ. ഒരു കൂട്ടിൽ വന്നാൽ പിന്നെ അറിയാലോ, എല്ലാവർക്കും ഭയങ്കര സ്പ്രെഡ് ആവും ഇത് പെട്ടെന്ന് തന്നെ. കുഞ്ഞുങ്ങളെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതിന്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.